ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അടുക്കളയിൽ രേവതി പതിവ് പോലെ തന്നെ തിരക്കിലായിരുന്നു. കയ്യിൽ ചൂടുള്ള പൂരിയും മസാലക്കറിയുമായി അവൾ ഡൈനിങ് ടേബിളിലേക്ക് നടന്നു. ആവി പറക്കുന്ന ആഹാരത്തിന് വിശപ്പിനെ വിളിച്ചുണർത്താനുള്ള കഴിവുണ്ടായിരുന്നുവെങ്കിലും ആ വീട്ടിലെ അന്തരീക്ഷം വിശപ്പിനെ പോലും മരവിപ്പിക്കുന്നതായിരുന്നു. ശ്രുതിയും സുധിയും കടലേക്ക് പോവാനായി ഒരുങ്ങിയിറങ്ങി. അവരുടെ മുഖത്ത് എന്തോ വലിയ ആലോചനയുണ്ട്. രേവതി അവരെ കണ്ടതും വാത്സല്യത്തോടെ വിളിച്ചു, നിങ്ങൾ ഇറങ്ങുകയാണോ? ഭക്ഷണം കഴിച്ചിട്ട് പോവാമായിരുന്നല്ലോ. ഈ വാക്ക് കേട്ടതും ശ്രുതിയുടെ മുഖം കറുത്തു. അവൾ ശ്രുതിയോട് പതുക്കെ പറഞ്ഞു, നമുക്ക് കഴിക്കണ്ട. ഇപ്പൊ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാൽ പിന്നെ സച്ചി തുടങ്ങും പണം തരാതെയാണോ വെട്ടി വിഴുങ്ങുന്നത് എന്നൊക്കെ ചോദിച്ച് കുറ്റപ്പെടുത്താന്. അതിലും ഭേദം പട്ടിണി കിടക്കുന്നത് തന്നെയാണ്. ശ്രുതിക്കും അത് ശരിയാണെന്ന് തോന്നി. സച്ചിയുടെ പരിഹാസം കേൾക്കാൻ അവൻക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ അടുക്കളയിൽ നിന്നും ഒഴുകിയെത്തുന്ന പൂരിയുടെയും മസാലയുടെയും ഗന്ധം ശ്രുതിയുടെ തീരുമാനത്തിന് തടയിട്ടു. എടി, നല്ല മണം വരുന്നുണ്ട്, ശ്രുതി കൊതിയോടുകൂടെ പറഞ്ഞു. മണം വന്നാലും വേണ്ട, സച്ചിയുടെ വായിൽ നിന്നുള്ള വാക്ക് കേൾക്കുന്നതിലും നല്ലത് പുറത്തു നിന്ന് കഴിക്കുന്നതാണ് ശ്രുതി നല്ലത്. ശ്രുതി ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും പോക്കറ്റിലെ പണത്തിന്റെ കാര്യം ഓർത്തപ്പോൾ അവൻ മാറ്റി ചിന്തിച്ചു. അല്ലെങ്കിലും നമ്മൾ എന്തിനാ പണം ചിലവാക്കുന്നത്? സച്ചിക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ ഇവിടെ നിന്ന് കഴിക്കുന്നതിൽ എന്താ തെറ്റ്? ശ്രുതിയുടെ ഈ ന്യായീകരണം ശ്രുതിക്കും ബോധിച്ചു. അങ്ങനെ അവർ ഭക്ഷണമേശയിലേക്ക് നടക്കുമ്പോഴാണ് ചന്ദ്രമതി അമ്മ അവിടെ ഇരിക്കുന്നത് കണ്ടത്. അമ്മയുടെ മുഖം വാടിയിരുന്നു. രേവതി അമ്മയെ നിർബന്ധിക്കുകയാണ്. അമ്മേ, അമ്മ ഒന്ന് കഴിക്ക്, ഇന്നലെ രാത്രിയൊന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വേണ്ട, അവളുണ്ടാക്കിയതൊന്നും എനിക്ക് ഇറങ്ങില്ല, ചന്ദ്രമതി ദേഷ്യത്തോടെ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കണ്ട ശ്രുതി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, അമ്മ ഇങ്ങനെ വാശി കാണിക്കാതെ വന്ന് ഭക്ഷണം കഴിക്ക്. സച്ചിയുടെ കാര്യം നമ്മളെല്ലാവരും പറഞ്ഞതല്ലേ, അവന് പണം കൊടുക്കാമെന്ന്. പിന്നെ അമ്മ എന്തിനാ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത്? മകന്റെയും മരുമകളുടെയും നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ ചന്ദ്രമതി കഴിക്കാനിരുന്നു. കൃത്യസമയത്തായിരിക്കും സച്ചിയും അച്ഛൻ രവീന്ദ്രനും അങ്ങോട്ടേക്ക് വന്നത്. അച്ഛനെ കണ്ടതോടുകൂടി സച്ചി ആവേശത്തോടെ പറഞ്ഞു, വാ വാ അച്ഛാ, നമുക്ക് കഴിക്കാം, നല്ല ചൂടുള്ള പൂരിയും മസാലക്കറിയുമുണ്ട്. രവീന്ദ്രൻ കൈ കഴുകി വന്ന് കസേരയിൽ ഇരിക്കാൻ തുടങ്ങിയതും എതിർവശത്ത് തന്നെ ചന്ദ്രമതി ഇരിക്കുന്നത് കണ്ടു. ആ നിമിഷം രവീന്ദ്രന്റെ മുഖം അങ്ങ് മാറി. ഇരിക്കാൻ തുടങ്ങിയ അദ്ദേഹം പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എഴുന്നേറ്റു. ഭാര്യയോടുള്ള ദേഷ്യം ആ പ്രവൃത്തിയിൽ പ്രകടമായിരുന്നു. അച്ഛൻ കഴിക്കുന്നില്ലേ? സച്ചി ചോദിച്ചു. എനിക്കിപ്പോൾ വിശക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ അവിടെ നിന്നും മാറിപ്പോയി. അച്ഛൻ കഴിക്കാതെ താനും കഴിക്കില്ലെന്ന് സച്ചി വാശി പിടിച്ചു. ഇത് കണ്ട ചന്ദ്രമതിക്ക് നെഞ്ചിലൊരു മുള്ളു തറച്ച വേദന അനുഭവപ്പെട്ടു. ഭർത്താവ് തന്നെ ഇത്രയധികം വെറുക്കുന്നു എന്ന സത്യം ആ സ്ത്രീക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. വീട്ടിലെ ഈ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷത്തിലേക്കാണ് ശ്രീകാന്തും വർഷയും കടന്നു വരുന്നത്. വർഷയുടെ മുഖത്ത് നല്ല തെളിച്ചമുണ്ടായിരുന്നു. ആഹാ, ഇന്ന് പൂരിയാണല്ലോ സ്പെഷ്യൽ, വർഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഇവനോട് പുറത്തു പോയി കഴിക്കാമെന്ന് പറയാനിരിക്കുമായിരുന്നു. വർഷ രേവതിയോട് പറഞ്ഞു. അതിനെന്താ, ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയല്ലോ. രേവതി സ്നേഹത്തോടെ അവരെയും ക്ഷണിച്ചു. സംസാരത്തിനിടയിൽ തലേ ദിവസത്തെ പ്രശ്നങ്ങൾ വീണ്ടും കടന്നു വന്നു. വർഷ രേവതിയോട് പറഞ്ഞു, ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എൻ്റെ ഭർത്താവാണ് ഇങ്ങനെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയി വിറ്റത് എങ്കിൽ ഞാൻ അന്നേ ഈ വീട് വിട്ടങ്ങ് പോയേനെ. ചേച്ചിക്ക് വലിയ മനസ്സാണ്. വർഷയുടെ ഈ വാക്കുകൾ ചന്ദ്രമതിയുടെയും സുധിയുടെയും നെഞ്ചിൽ കൊള്ളുന്നതായിരുന്നു. സുധിയെ നോക്കി പരോക്ഷമായിട്ടാണ് വർഷ അത് പറഞ്ഞത്. എല്ലാവരും കൂടി എൻ്റെ ഭാര്യ അങ്ങ് വാനോളം പുകഴ്ത്തുകയാണല്ലോ, സുധി അസ്വസ്ഥതയോടെ പറഞ്ഞു. പുകഴ്ത്തും, കാരണം ഇവൾ അത് അർഹിക്കുന്നുണ്ട്. സ്വന്തം സ്വർണം മോഷ്ടിച്ചതിനോട് പോലും ക്ഷമിക്കാൻ കാണിച്ച മനസ്സ് അതാർക്കും അങ്ങനെ കിട്ടില്ല. സച്ചി രൂക്ഷമായി തന്നെ മറുപടി നൽകി. അപമാനഭാരത്താൽ ചന്ദ്രമതി തല കുനിച്ചിരുന്നു. തൻ്റെ മകൻ ചെയ്ത തെറ്റിന് താനും കൂടി കൂട്ടുനിന്നുവല്ലോ എന്ന കുറ്റബോധം അവരെ വേട്ടയാടി. മരുമകളെ പോലെ താനും ആയിരുന്നുവെങ്കിൽ എന്ന് അവൾ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി. ഭക്ഷണം കഴിഞ്ഞ് ശ്രീകാന്തും വർഷയും ഇറങ്ങാൻ തുടങ്ങി. രേവതി വർഷയെ മാറ്റി നിർത്തി സ്വകാര്യമായി പറഞ്ഞു, വർഷ, ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും നിന്റെ വീട്ടിൽ പോയി പറയരുത്, അത് അമ്മക്ക് നാണക്കേടുണ്ടാക്കും. മുതിർന്നവർ തെറ്റ് ചെയ്താലും നമ്മൾ ക്ഷമിക്കണം. ഇത് ഒളിച്ചു നിന്ന് കേട്ട് ചന്ദ്രമതിക്ക് വിശ്വസിക്കാനായില്ല. താൻ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും രേവതി തൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ആ നിമിഷം ചന്ദ്രമതിയുടെ കണ്ണ് നിറഞ്ഞു. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ശ്രുതിയും സുധിയും കടയിലേക്കെത്തി. സുധി ആകെ ചിന്തയിലായിരുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ, സച്ചിക്ക് കൊടുക്കാനുള്ള പണം എല്ലാം കൂടി അവൻ്റെ തല പുകച്ചു. അപ്പോഴാണ് കടയിലേക്ക് ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നത്. സുധി ഞെട്ടിപ്പോയി. കൂടെ ഒരു അപരിചിതനും ഉണ്ടായിരുന്നു. സാറേ, എന്താ പ്രശ്നം? എൻ്റെ കടയിൽ നിന്നും മോഷണം പോയ സാധനങ്ങൾ കിട്ടിയോ? സുധി ആകാംക്ഷയോടെ ചോദിച്ചു. പോലീസുകാരൻ കൂടെ വന്ന ആളെ ചൂണ്ടി പറഞ്ഞു. ഇയാളാണ് ആ സാധനങ്ങൾ വാങ്ങിച്ചത്. ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ ഇയാളുടെ വീട്ടിലുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താ സാറേ? ഇയാൾ പണം കൊടുത്താണ് ആ കള്ളന്മാരിൽ നിന്നും സാധനം വാങ്ങിച്ചത്. അതുകൊണ്ട് ഇയാൾക്ക് ആ പണം തിരികെ കൊടുത്താലേ സാധനങ്ങളൊക്കെ തിരിച്ചു തരുള്ളൂ. 1,00,000 രൂപ കൊടുക്കണം. സുധിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. സ്വന്തം കടയിൽ നിന്നും മോഷണം പോയ സാധനങ്ങൾ തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും പണം കൊടുക്കേണ്ടി വരികയോ?
സാറേ, ഇതെന്ത് അന്യായമാണ്? എൻ്റെ സാധനമല്ലേ? അതിന് ഇയാൾക്കതൊന്നും അറിയില്ലല്ലോ. ഇയാൾ പണം കൊടുത്തേ പറ്റൂ, പോലീസ് ഉറപ്പിച്ചു പറഞ്ഞു. ഗത്യന്തരമില്ലാതെ കടയിലെ അക്കൗണ്ടിൽ നിന്ന് പണം എടുത്തു കൊടുക്കാൻ ശ്രുതി തീരുമാനിച്ചു. ശ്രുതി എതിർത്തുവെങ്കിലും ശ്രുതി കൂട്ടാക്കിയില്ല. കടയിലെ ജോലിക്കാർ അത് കണ്ട് പരസ്പരം അടക്കം പറഞ്ഞു. ഇവനെപ്പോലൊരു മണ്ടൻ സ്വന്തം സാധനം കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു. ഇതേ സമയത്തിന് ആ വീട്ടിലെ ചൂടൊട്ടും കുറഞ്ഞിരുന്നില്ല. ശ്രുതിയും തിരിച്ചെത്തി. രവീന്ദ്രൻ ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്മ എവിടെയെന്ന് ശ്രുതി ചോദിച്ചപ്പോൾ രവീന്ദ്രൻ ദേഷ്യപ്പെട്ടു. നിനക്കറിയില്ലേ നിന്റെ അമ്മ എവിടെയാണുള്ളത് എന്ന്? നിങ്ങളല്ലേ എല്ലാതും കൂടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്? അപ്പോഴേക്കും സച്ചിയും രേവതിയും അങ്ങോട്ടേക്ക് വന്നു. സച്ചി കൊടുക്കാമെന്ന് ഏറ്റ പണത്തിന്റെ കാര്യമായിരുന്നു അവരുടെ മനസ്സിൽ. ശ്രുതി ഒരു ബാഗുമായി മുന്നോട്ട് വന്നു. അച്ഛാ, ഇതിൽ 2 ലക്ഷം രൂപയുണ്ട്, സച്ചിക്ക് കൊടുത്തേക്ക്. ശ്രുതി പണം നേരെ രവീന്ദ്രനെ നീട്ടി. രവീന്ദ്രൻ പുച്ഛത്തോടെ പറഞ്ഞു, എനിക്ക് തരണ്ട, സ്വർണം ആരുടേതാണോ അവർക്ക് തന്നെ കൊടുത്തേക്ക്. ശ്രുതി നാണക്കേടോടെ ആ പണം നേരെ രേവതിക്ക് നേരെ നീട്ടി. ഇതാ നിന്റെ സ്വർണത്തിന്റെ പണം, ഇതിന്റെ പേരിൽ ഇനി എന്നെ ആരും കുറ്റപ്പെടുത്തരുത്. സച്ചി ഇടപെട്ടു. എനിക്ക് ഈ പണം വേണ്ട, രവീന്ദ്രൻ ചോദിച്ചു. അതെന്താ സച്ചി, നിനക്ക് പണം വേണ്ടേ? അച്ഛാ, എനിക്ക് വേണ്ടത് 5 ലക്ഷം രൂപയാണ്. ഇതിപ്പോൾ 2 ലക്ഷം മാത്രമല്ലേ ഉള്ളൂ, ബാക്കി 3 ലക്ഷം രൂപ എവിടെ? അന്നേരം ശ്രുതി ഇടപെട്ടു. ബാക്കി പണം വഴിയെ തരാം. ഇതെന്റെ അച്ഛൻ ജയിലിൽ നിന്നും അയച്ചു തന്ന പണമാണ്. ജയിലിൽ നിന്ന് പണമോ? അവിടെ ATM ഉണ്ടോ? സച്ചി പരിഹാസത്തോടെ ചോദിച്ചു. 15 ലക്ഷമൊക്കെ ഇടാൻ പറ്റുന്ന നിന്റെ അച്ഛന് ബാക്കി 3 ലക്ഷം കൂടി തരാൻ പാടില്ല എന്നുണ്ടോ? ശ്രുതി അപ്പോഴേക്കും ആകെ ഉത്തരം മുട്ടി നിന്നു. സച്ചി വിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടി, അച്ഛന് കൊടുക്കാനുള്ള 50 ലക്ഷം രൂപ, പിന്നെ ഈ 3 ലക്ഷം രൂപ, മൊത്തം 53 ലക്ഷം രൂപ എനിക്കിപ്പം തന്നെ കിട്ടണം. അത് തരാതെ ഈ വീട്ടിൽ ഇനി ആരും സമാധാനത്തോടെ ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. സുധിയുടെയും ശ്രുതിയുടെയും മുഖം അങ്ങ് വിളറി വെളുത്തു. അച്ഛനെ പറ്റിച്ചും കള്ളം പറഞ്ഞും പിടിച്ചു നിൽക്കാൻ നോക്കിയ അവർക്ക് മുന്നിൽ സച്ചി ഒരു വലിയ ചോദ്യചിഹ്നമായി വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രമതി എല്ലാം കണ്ട് നിസ്സഹായയായി നിന്നു. താൻ വളർത്തി വലുതാക്കിയ മകനും മരുമകൾക്കും പറ്റുന്ന അമളികൾ കണ്ട് സഹതപിക്കാനേ ആ അമ്മക്ക് കഴിഞ്ഞുള്ളൂ. രാത്രിയുടെ നിശബ്ദതയിലേക്ക് ആ വീട് വീണ്ടും വഴുതി വീണു. പക്ഷേ വരാനിരിക്കുന്ന വലിയ പൊട്ടിത്തെറികൾക്ക് മുൻപുള്ള ശാന്തത മാത്രമായിരുന്നു അത്. നാളത്തെ പ്രഭാതം ഇനി എന്ത് പ്രശ്നങ്ങളായിരിക്കും കൊണ്ടുവരിക എന്ന ഭയത്തോടെയാണ് ഓരോരുത്തരും മുറിയിലേക്കായി പോയത്. താൻ ഇത്രകാലം സ്നേഹിച്ച് ഓമനിച്ച് വളർത്തിയ ശ്രുതി വെറും കള്ളനാണെന്നും അവനെക്കൊണ്ട് തനിക്കൊരിക്കലും ജീവിതത്തിൽ യാതൊരുവിധ ഉപകാരവും ഉണ്ടാവില്ല എന്നും അപമാനമായിരിക്കുമെന്ന സത്യം ചന്ദ്രമതി മനസ്സിലാക്കുന്നുണ്ട്. അതോടുകൂടെ തന്നെ താൻ ഇത്രകാലം ദ്രോഹിച്ചിട്ടും ഒരുപാടധികം കുറ്റവാളികളൊക്കെ പറഞ്ഞ രേവതിക്കാണെങ്കിൽ രേവതിയുടെ മനസ്സിൽ തന്നോടാണെങ്കിൽ ഒരുപാടധികം സ്നേഹമുണ്ടെന്നും രേവതി തൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന കാര്യമെല്ലാം തന്നെ ചന്ദ്രമതിക്ക് ബോധ്യപ്പെടും. രേവതിയുടെ നല്ല മനസ്സ് ചന്ദ്രമതി മനസ്സിലാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, കുറ്റബോധം കൊണ്ട് ചന്ദ്രമതിയുടെ മനസ്സ് നീറുന്ന അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.